ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കോടതി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. ഡിസംബർ 12-ന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, കോടതിയുടെ ഈ നിർദ്ദേശത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ നൽകിയ അനധികൃത സ്വത്ത് സമ്പാദന കേസ് DGPയുടെ ശുപാർശയെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ വിജിലൻസിന് വിട്ടത്. വിജിലൻസിന്റെ അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഡിസംബർ 12-ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. ADGP P ശശി എന്നിവർക്കെതിരായ ഹർജിയിലാണ് കോടതി ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ഹർജി ഈ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ മറ്റൊരു ഹർജി വരികയും ആ ഹർജി പരിഗണിക്കുമ്പോൾ സമാന അന്വേഷണം ആരംഭിച്ചെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. തുടർന്നാണ് കോടതി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ P ശശിക്കെതിരെയുള്ള ഈ ആരോപണം, അതിനപ്പുറത്തേക്ക് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണം, ഈ രണ്ട് കാര്യങ്ങളിലുമായിരിക്കും ഡിസംബർ 12-ന് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്.